ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. യുവ ഡോക്ടറുടെ പരാതിയിൽ തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ. എറണാകുളം തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ജൂലൈ 31 എടുത്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം. ഈ കാണിച്ച വാർത്ത എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടൊന്നുമല്ല ഈ ഒരു വാർത്ത കൊടുത്തത്. ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ചാനലുകളെ ഈ വാർത്ത കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വലിയ രീതിയിൽ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ റാപ്പർ വേടനെതിരെ ഒരു യുവ ഡോക്ടർ കൊണ്ടുപോയി പരാതി കൊടുത്തിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് കറിവേപ്പില പോലെ കളഞ്ഞു എന്നായിരുന്നു അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെല്ലാവരും കെട്ടിച്ചമച്ചതാണ്. വേടനെ മനഃപൂർവ്വം കൊടുക്കാനാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. വേടന്റെ ഫാൻസ് വേടൻ ദളിതനായതുകൊണ്ട് വേടനെ മനഃപൂർവ്വം ആക്രമിക്കുകയാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കി. എന്നാൽ അത് ശരിയായിരുന്നു എന്ന് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. അതായത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയത് കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത്രയും നാളും നമ്മൾ കരുതിയിരുന്നതൊന്നും അല്ല യാഥാർത്ഥ്യമെന്ന് ഇപ്പൊ ഏകദേശം പിടികിട്ടി കാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ റാപ്പർ വേടൻ കാണുന്ന ഫാൻസ് ആയിട്ടുള്ള പെൺകുട്ടികളോടൊക്കെ തന്നെ എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത്? വെറും സൗഹൃദമാണ് എന്ന് വേടൻ പറയുന്നു. ഇപ്പൊ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒരു പബ്ലിക് ഫിഗർ ആണ്. അയാൾക്കാണ് കുറച്ചും കൂടി അയാളുടെ ഇമേജ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ വളരെ കെയർഫുൾ ആയിട്ട് വേണം വരുന്ന ആൾക്കാരോട് ഇടപെടാൻ. പക്ഷേ വേടന്റെ ഫാൻസിനോടെല്ലാം അങ്ങ് സൗഹൃദം സ്ഥാപിക്കുകയാണ്. അതും പെണ്ണുങ്ങളായിട്ടുള്ള ഫാൻസിനോട് മാത്രമാണ് സൗഹൃദം സ്ഥാപിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വരുമ്പോഴേക്കും ഞങ്ങൾ സൗഹൃദത്തിൽ മാത്രമായിരുന്നു, ഇതിപ്പോ എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ്, എന്നെ മനഃപൂർവ്വം കൊടുക്കാനാണ്. അല്ലെങ്കിൽ തന്നെ വേടനെ മനഃപൂർവ്വം കുടുക്കിയിട്ട് എന്ത് കാര്യം? വേടൻ ഇപ്പൊ നല്ല രീതിയിൽ പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേടൻ ഇത്രയും പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ള പ്രിവിലേജ് വേടനും കൊടുക്കണം. അല്ലാതെ വേടന് സ്പെഷ്യലായിട്ടുള്ള പ്രിവിലേജും പരിഗണനയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും വേടൻ ദളിതനായതുകൊണ്ട് ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. അയാളുടെ തൊലിയുടെ നിറമോ അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. അയാൾ എങ്ങനെയാണോ ഒരു വ്യക്തി, ഈ സമൂഹത്തിലുള്ള ഒരു വ്യക്തി, ഇപ്പൊ അയാൾ ഒരു പബ്ലിക് ഫിഗർ ആണ്. അയാൾ പാട്ട് പാടുന്ന അത്യാവശ്യം കഴിവുള്ള, ആ കാര്യത്തിൽ അയാൾക്ക് കഴിവുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാൾ നല്ല കഴിവുള്ള ഒരു റാപ്പറാണ്. ആ രീതിയിൽ മാത്രമാണ് ഞാൻ വേടനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഈ സമൂഹത്തിലുള്ളൊരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അയാളെ പറ്റിയിട്ട് പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ജാതി നോക്കിയിട്ട് എൻ്റെ മതത്തിൽ നിന്നുകൊണ്ടുള്ള ധാർഷ്ട്യം കൊണ്ട് ഒന്നുമല്ല സംസാരിക്കുന്നത്. അയാൾ ഈ സമൂഹത്തിലുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി തെറ്റ് ചെയ്തു. ആ വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ആ പ്രിവിലേജ് മാത്രമേ എല്ലാവർക്കും കൊടുക്കാവൂ. അല്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ പ്രിവിലേജ് ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വേടൻ എന്താണ് ചെയ്യുന്നത്? വേടനാണ് മനഃപൂർവ്വം ഈ ജാതി ചിന്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ജാതി ചിന്ത ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഉണ്ടോ? ഇല്ല. പക്ഷെ വേടൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേടനാണ് സത്യത്തില് മതത്തെയും ജാതിയെയും ഉപയോഗിക്കുന്നത്. അത് ഈ പൊട്ടന്മാരായിട്ടുള്ള ഫാൻസിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്റ്റേജിൽ കയറി നിന്ന് എന്നെ മനഃപൂർവ്വം വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് വേടനാണ്. എൻ്റെ ജാതി കൊണ്ടും എൻ്റെ മതം കൊണ്ടും എന്നെ വേട്ടയാടുകയാണ് എന്നുള്ളൊരു തോന്നൽ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തത് വേടനാണ്. വേടനെ ആരും വേട്ടയാടുന്നത് മതം കൊണ്ടോ ഒന്നുമല്ല, അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അയാൾ തെറ്റ് ചെയ്തതുകൊണ്ട് അയാളെ വേട്ടയാടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കിട്ടിയപ്പോൾ അയാളെ ആദ്യം കേസിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ദേ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണി. പിന്നെ ആ സ്ത്രീ നല്ല സ്ത്രീയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ കാണുന്നവരുടെ ഒപ്പം എല്ലാം ഈ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വിവാഹ വാഗ്ദാനം നടത്തി എന്ന് പറഞ്ഞ്. പക്ഷെ ആ സ്ത്രീ ഇപ്പൊ രംഗത്തില്ലാത്തത് കൊണ്ട് അവരെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ റാപ്പർ വേടൻ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾ പബ്ലിക് ഫിഗർ ആണ്. അയാൾ ഒരുപാട് ആൾക്കാർക്ക് ഉപദേശം നൽകുന്ന വ്യക്തിയാണ്. അപ്പം മറ്റുള്ളവർക്ക് ഉപദേശം നൽകുമ്പോൾ ഞാനും നല്ലതായിരിക്കണം എന്നുള്ള ചിന്ത പുള്ളിയുടെ ഉള്ളിലില്ല. എല്ലാരോടും തെറ്റൊന്നും ചെയ്യല്ലേ മക്കളെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാതെ ഇരിക്കണം. നമ്മൾ നല്ലതായിരിക്കണം. നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. എന്നാൽ വേടൻ ലോകത്തുള്ള എല്ലാവരെയും ഉപദേശിക്കുകയും ചെയ്യും, തെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. ആ ഡബിൾ സ്റ്റാൻഡിന് എന്തിനാണ് പ്രിവിലേജ് കൊടുക്കുന്നത്? തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രിവിലേജും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് പറയാം, ഏതെങ്കിലുമൊക്കെ ജീവിക്കാൻ സാഹചര്യമില്ലാത്ത, ചുറ്റുപാടില്ലാത്ത, ഒട്ടും
ഒരു രീതിയിലും അന്വേഷിച്ച് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് പ്രിവിലേജ് കൊടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം ആൾക്കാർക്ക് നമുക്ക് പ്രിവിലേജ് കൊടുക്കാം. അവരെ കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത ആൾക്കാർക്കൊന്നും തന്നെ നമ്മൾ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്തിനാണ് സ്പെഷ്യൽ പ്രിവിലേജിന്റെ ആവശ്യം? നല്ല രീതിയിൽ ജീവിക്കാത്ത സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാം. ഈ വേടൻ എന്താണ് ചെയ്യേണ്ടത്? വേടന് കിട്ടിയേക്കുന്ന ഈ ഒരു സ്റ്റേജ്, വേടന് നല്ല രീതിയിലുള്ള സ്റ്റേജ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള കഴിവുണ്ട്. അപ്പൊ അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിന് പകരം വേടൻ അതിനെ ചീത്തയായിട്ടാണ് ഉപയോഗിക്കുന്നത്. വേടൻ പോകുന്ന ഡയറക്ഷൻ ഒട്ടും ശരിയല്ല. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, യോജിക്കാൻ പറ്റാത്ത ഡയറക്ഷനിലൂടെയാണ് വേടൻ പോകുന്നത്. അപ്പം അത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ മോശമാണ്. അതുപോലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക, അവരെ മനസ്സിലാക്കുക, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേടനെ ആരും തന്നെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അധിക്ഷേപിക്കുന്നില്ല. വേടനെ ആരും തന്നെ വേട്ടയാടുന്നില്ല. വേടൻ എന്തൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ജാതിയുടെ മതത്തിന്റെയും പേരിൽ അധിക്ഷേപിക്കുന്നു, ജാതിയുടെ മതത്തിന്റെ പേരിൽ വേടന് സ്റ്റേജുകൾ കിട്ടുന്നില്ല, വേടനെ ആരെങ്കിലും പബ്ലിക്കായിട്ട് അധിക്ഷേപിക്കുന്നു. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. വേടന്റെ കയ്യിൽ നിന്ന് തെറ്റ് കണ്ടെത്തിയപ്പോൾ ആ തെറ്റിനെ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേടനെ അധിക്ഷേപിക്കുകയാണ്, വേടനെ മനഃപൂർവ്വം വേട്ടയാടുകയാണ്. ആരും വേടനെ മനഃപൂർവ്വം വേട്ടയാടുന്നില്ല. ഇവിടെ നോർമലായിട്ടുള്ള വേറൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യന് അയാൾക്ക് ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പ്രിവിലേജ് ഇല്ല. അയാൾക്ക് എന്തുമാത്രം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ സാഹചര്യങ്ങളിലൂടെ ഒന്നും തന്നെ വേടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മളാണ് തിരിച്ചറിയേണ്ടത്. വേടനാണ് മതം ഉപയോഗിക്കുന്നത്. സ്റ്റേജിൽ കയറി നിന്ന് മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നത് സത്യത്തിൽ വേടനല്ലേ? വേടൻ ഈ മതവും രാഷ്ട്രീയവുമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. വേടന്റെ പാട്ടുകളിലൂടെ, അല്ലെങ്കിൽ വേടനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ വേടന് ഫെയിം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അയാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജാതിയെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങൾ കണ്ടതാണ്. ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞത് ഫുള്ള് പൊട്ടത്തരമാണ്. വേടൻ എന്താണ് പറഞ്ഞത്? ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് DNA ഇല്ല, DNA ഇല്ലാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. അത് 100% തെറ്റാണ്. അപ്പൊ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള കുറെ വ്യാഖ്യാനങ്ങളും കുറെ കാര്യങ്ങളും മനസ്സിൽ വെച്ച് പുലർത്തി അത് ആൾക്കാരുടെ മുമ്പിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേടൻ ചെയ്യുന്നത്. ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷെ DNA ഇല്ല, അതായത് തനിക്ക് പഠിക്കാൻ പറ്റാത്തതിനെ DNA-യുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് ഒരു കാര്യം. വേടൻ ഫേക്ക് ആയിട്ടുള്ളൊരു മുഖമൂടി എടുത്തണിഞ്ഞ്, ഫേക്ക് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തണിഞ്ഞിട്ട് വേടൻ ഞാൻ ഒരു ദളിതനായതുകൊണ്ട് എന്നെ വേട്ടയാടുന്നു, ദളിതനായതുകൊണ്ട് എനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നില്ല എന്നൊരു ഇമേജ് സൃഷ്ടിച്ചെടുത്ത് ആ ഇമേജിലൂടെയാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും തന്നെ അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഴിവുണ്ടോ സക്സസ് ആവും, കഴിവുണ്ടോ നിങ്ങൾ ഉയരങ്ങളിലെത്തും. നിങ്ങളുടെ കയ്യിൽ തെറ്റുണ്ടോ നിങ്ങളെ തെറ്റുകാരനായിട്ട് സമൂഹം വിലയിരുത്തും, മുദ്ര കുത്തും. നിങ്ങളുടെ കയ്യിൽ തെറ്റുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേടന്റെ കയ്യിൽ തെറ്റുള്ളത് കൊണ്ടാണ് വേടനെ എല്ലാവരും വേട്ടയാടുന്നത്. അല്ലാതെ വേടനെ മനഃപൂർവ്വം പോയി ആരും വേട്ടയാടുന്നില്ല. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം. നല്ല കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് പുകഴ്ത്താറുണ്ട്. എന്നാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതും ചൂണ്ടിക്കാണിക്കും, തെറ്റിനെ വിമർശിക്കുകയും ചെയ്യും.